മുത്തശ്ശി, സൂക്ഷിച്ച് സൂക്ഷിച്ച് വീഴും. മുത്തശ്ശി, എനിക്ക് മുത്തശ്ശിയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ നിന്റെ മുത്തശ്ശൻ മറവി കൊണ്ട് എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞോ? ടീച്ചറിന് വേലക്കാരനാണെന്ന് തോന്നുന്നു. അല്ല മുത്തശ്ശി. ഇത് നല്ല കഥ. അവള് സന്തോഷത്തോടെ എന്തെങ്കിലും പറയാൻ വന്നാലും എന്റെ നെഞ്ചത്തേക്ക് കയറിക്കോ. നീ പറഞ്ഞോ മോളെ. എന്താണെന്നറിയോ, ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് പിക്നിക്കിന് പോകുന്നുണ്ട്. എന്ന് വെച്ചാ? പിക്നിക്. അതെ, അതെന്താന്നാ മുത്തശ്ശി ചോദിച്ചേ. മോളെ, നിന്റെ മുത്തശ്ശിക്ക് എന്നെ പോലെ ബുദ്ധിയില്ല. കുഴപ്പമില്ല മുത്തശ്ശ, ഞാനും ചെറിയ കുട്ടിയായിരുന്നപ്പോ എനിക്കും ഇതൊന്നും അറിയില്ലായിരുന്നു. മുത്തശ്ശി, പിക്നിക് എന്ന് വെച്ചാ ഞങ്ങള് പുറത്തൊക്കെ പോകുന്നത്. ഓ അതോ, നിന്റെ മുത്തശ്ശനില്ലേ മറന്നത് തെരഞ്ഞു നടക്കാറില്ലേ, അതുപോലെയാ. ഇതെന്തു കൂത്ത്? നീ കണ്ടതിനും കേട്ടതിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ അവള് പറയുന്ന കൂടി ഒന്ന് കേക്ക്. മുത്തശ്ശി, ട്രിപ്പ് ടൂർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ചെറുത് മിനി ഞങ്ങൾ എല്ലാരും കൂടെ പോയില്ലേ, അതിനാണ് പിക്നിക് എന്ന് പറയുന്നത്. ഇത്ര ചെറിയ പ്രായത്തില് നിന്നെ പുറത്തേക്കൊക്കെ അങ്ങനെ കൊണ്ടുപോവോ? ഏയ്, വായിക്കാത്ത ഈച്ച കയറും കേട്ടോ. വായ മൂടിക്കോ. ദേ മുത്തശ്ശി, സീതമ്മ എന്നെ വിടുമല്ലോ അല്ലേ? മുത്തശ്ശി, ഞാൻ ഇതുവരെ പിക്നിക്കിന് പോയിട്ടില്ല. സീതമ്മ വന്നാ നിങ്ങൾ തന്നെ സംസാരിക്കണേ പ്ലീസ് മുത്തശ്ശി, പ്ലീസ്. എന്തു പറയാൻ? സിഹി പാവ, നല്ല കുട്ടിയാ. സ്കൂളിൽ നിന്ന് വന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്തു. അവൾ ഇതുവരെ ഒരു പിക്നിക്കിനും പോയിട്ടില്ല. ഒന്ന് വിടുവോ സീതമ്മ? പറയില്ലേ മുത്തശ്ശ? ഓക്കേ. അയ്യോ, ഈ മുത്തശ്ശനോടാണല്ലോ ഞാൻ എല്ലാം പറഞ്ഞത്. ഇതിപ്പോ തന്നെ മറന്നോ? മുത്തശ്ശി, നിങ്ങൾ പറയോ? നീ പറയുന്നത് നിന്റെ അമ്മ എപ്പോഴാ പറ്റില്ല എന്ന് പറഞ്ഞേ? ഉറപ്പായിട്ട് ഞങ്ങൾ പിക്നിക്കിന് പോവല്ലോ, അവിടെ ഫുൾ ഹാപ്പി ആവല്ലോ. ശരിയായിട്ടുള്ള സമയത്ത് സ്റ്റാർട്ട് ആവില്ല, എന്നാൽ ശരിയായിട്ടുള്ള സമയത്ത് ഓഫ് ആകാനെങ്കിലും പാടില്ലേ സ്വീറ്റി? അയ്യോ, കറക്റ്റ് ആയിട്ട് നീ ഗിഫ്റ്റ് ഷോപ്പിന്റെ ഫ്രണ്ടിലാണോ കൊണ്ടു നിർത്തിയത്? കള്ളിയാ നീ. ഞാൻ എന്തൊക്കെ പുതിയ സാധനങ്ങൾ വാങ്ങിയാലും നിന്നെ ഞാൻ മിസ് ചെയ്യില്ല. എന്താന്നറിയോ, എന്റെ പ്രിയതമനെ ഞാൻ ഫസ്റ്റ് ടൈം കണ്ടത് നീ എന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തല്ലേ, അതുകൊണ്ട്. നീ ഒരു പാവാ. ഞാൻ നിന്നെ ഇത്രയൊക്കെ വഴക്ക് പറഞ്ഞിട്ടും എന്റെ ലൈഫിൽ വഴികാട്ടിയായിട്ടുള്ളത് നീയല്ലേ. ബോസിന്റെ എന്റെ ഇഷ്ടത്തിന് പിന്നില് നീ ഒരു വിധത്തിൽ ഒരു കാരണമല്ലേ. താങ്ക് യു. ഞാൻ വേഗം പോയി അവനൊരു ഗിഫ്റ്റ് വാങ്ങിട്ട് വരാവേ. കയ്യിലൊരു 100-200 ഉണ്ടായിരുന്നുള്ളെങ്കിൽ അതിന് പറ്റുന്ന ഒരു ഗിഫ്റ്റ് നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ കയ്യില് 25 ലക്ഷം രൂപയുണ്ടല്ലോ. എന്താ വാങ്ങണ്ടെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഹൈഫൈതാ എന്തിനാ? അടിക്ക് പറയാം. എന്റെ അമ്മ പിക്നിക്കിന് പോവാൻ സമ്മതിച്ചിട്ടുണ്ട്. പൈസ കൊടുക്കാൻ സ്കൂളിലേക്ക് വരും. സൂപ്പർ അല്ലേ? നിന്റെ വീട്ടിൽ നിന്നും നിനക്ക് പെർമിഷൻ കിട്ടിയോ? കിട്ടും. ഓ, നീ ചോദിച്ചില്ല ഇതുവരെ? സീതമ്മ വന്നാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അതെയല്ലേ? സീതമോള് വന്നാ സിഹിയെ പിക്നിക്കിന് വിട്ടോളൂ അല്ലേ മുത്തശ്ശി? അതെ മോളെ. സീതമ്മ വന്നു കഴിഞ്ഞാ എനിക്കും പെർമിഷൻ കിട്ടും. നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഒരുമിച്ച് അവിടെ അടിപൊളിയാക്കാം. ഇനി നമുക്ക് കളിക്കാൻ പോയാലോ? കളിക്കാൻ പോവാൻ മുത്തശ്ശിയുടെ പെർമിഷൻ മാത്രം മതി. പൊയ്ക്കോ, കളി കഴിഞ്ഞ് വേഗം വന്ന് ഹോംവർക്ക് ചെയ്യണം കേട്ടല്ലോ. ശരി മുത്തശ്ശി. ആട്ടി വെളിച്ചെണ്ണ ഒരു 4 ലിറ്റർ. ഗ്യാസ് ഇറക്കിയത് ആരാടി? അത് ഞാനൊന്നുമല്ല. ഓ, അതല്ലടി, സിലിണ്ടറിനെ പറ്റി ചോദിച്ചതാ. ഓ അതാണോ? മുളക് പൊടി 1 കിലോ, റവ 1 കിലോ, 3 കിലോ പഞ്ചസാര എഴുതിക്കോ.
വെളിച്ചെണ്ണ എഴുതിയില്ലേ? ആന്റി നിങ്ങൾ ഹോംവർക്ക് ചെയ്യാണോ? ഒന്ന് പോകുഞ്ഞെ, നിന്റെ ഹോംവർക്കിനേക്കാളും ബുദ്ധിമുട്ടാ മോളെ ഇത്. അതെയോ? എന്താ ഹോംവർക്ക്? ഓ, ബഡ്ജറ്റ് ഇട്ടോണ്ടിരിക്കുക മോളെ. ബഡ്ജറ്റോ എന്ന് വെച്ചാ? എന്ന് വെച്ചാ വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, എത്രയൊക്കെ വേണം എന്നുള്ളത് നമ്മൾ എഴുതി ലിസ്റ്റ് ഇടുന്നതാ. ഇതൊക്കെ കണക്ക് കൂട്ടി വെക്കോ? ആ, നിന്നെ സ്കൂളിൽ കണക്കൊക്കെ പഠിപ്പിക്കുന്നില്ലേ? അത് ഇതിനൊക്കെയാ. ആണോ? കണക്ക് നോക്കിയാലല്ലേ നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ട്, അതെങ്ങനെ ചെലവാക്കണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. സിഹി, ഇതൊക്കെ ഭയങ്കര ബോറാ. വാ നമുക്ക് കളിക്കാൻ പോവാ. ശ്രേയസ്, നമുക്കും കണക്ക് കൂട്ടിയാലോ? ആ പിക്നിക്ക് പോവാൻ എത്ര രൂപയാവുന്ന കണക്ക് കൂട്ടാ. ശരി ശരി, നിക്ക്, ഞാൻ പുസ്തകം എടുത്തോണ്ട് വരാം. ചേട്ടാ, ഇവിടെ ഒരു 5 അല്ലെങ്കിൽ വേണ്ട 10 ലക്ഷത്തിന് എന്തെങ്കിലും ഉണ്ടോ? ഒരു 25 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ ഈ കട ഉണ്ടാക്കിയ സൈറ്റ് തന്നെ കിട്ടുമായിരുന്നു. അയ്യോ, അന്ന് എനിക്ക് 25 വയസ്സ് പോലും ആയിട്ടില്ല. അത് വിട്, ഒരു 10,000-ന്റെ എന്തെങ്കിലും ഉണ്ടാവോ? മാഡം, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ വില എത്രയാണെന്ന് ഞങ്ങൾ പറയാം. എനിക്കും അത് അറിയില്ല ചേട്ടാ. എന്റെ ഹൃദയത്തിൽ കയറിയ ആൾക്ക് ഞാൻ എന്ത് ഗിഫ്റ്റാ കൊടുക്കുക? അതൊക്കെ പോട്ടെ, ഞാൻ തന്നെ നോക്കിക്കോളാം. അയ്യോ, എന്റെ സ്വീറ്റ് മാത്രല്ല, ഞാനും എന്റെ പ്രിയതമനും ഒന്നാവണമെന്ന് ഈ പ്രപഞ്ചം മുഴുവൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. ഗിഫ്റ്റിന്റെ കൂടെ ഒരു ലെറ്ററും കൂടി വെച്ചാലോ? പ്രേമം ഈസ് പ്യുവർന്ന് തെളിയിക്കാൻ ലെറ്റർ കൊണ്ട് മാത്രമേ സാധിക്കൂ. അയ്യോ, വേണ്ട വേണ്ട, അവനെങ്ങാനും ഓൾഡ് ഫാഷൻ ആണെന്ന് പറഞ്ഞാലോ? തൽക്കാലം ഗിഫ്റ്റ് മാത്രം മതി. പക്ഷെ എന്തോ കൊടുക്കണ്ടേന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലും കൊടുത്താ ഡെയിലി യൂസ് ചെയ്തോളും. അപ്പോ എപ്പോഴും എന്നെ കുറിച്ച് ഓർക്കും. ഇതിനകത്ത് അവന്റെ ഫോട്ടോ കൂടെ വെച്ച് കൊടുത്താ വേറെ ലെവലാവും. എന്തൊരു അത്യാഗ്രഹം ആ നാറിക്ക്. പേരിനൊരു വക്കീലാണെന്നേ ഉള്ളൂ, മനസ്സ് മുഴുവൻ കുരുട്ട് ബുദ്ധിയാ. ഇങ്ങനെയുള്ള ഒരു കാരണമാവും കോടതിയിലെ നീതി ദേവത കണ്ണു മൂടിക്കെട്ടിയത്. സീത അവന് വേണം, അവളുടെ സ്ഥലവും അവന് വേണം. അയ്യോ, ഞാൻ പറയുന്നത് കേട്ടാ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിത്തരൂ അത്രേ. ഇപ്പൊ കണ്ടില്ലേ, കുർക്കുറെ വാങ്ങാൻ പോലും കൈ 10 പൈസ ഇല്ല. പറഞ്ഞ കാശും തന്നില്ല. കിട്ടിയല്ലോ, പക്ഷെ ചില്ലിക്കാശല്ലോ. ഇങ്ങോട്ട് നോക്ക്. 500 രൂപ. ഇതിപ്പോ എവിടുന്നാ ചേട്ടാ? ലോയർ എന്നെ മീറ്റ് ചെയ്തതിന് എന്റെ ഫീസാണ്. അത് പൈസ ചോദിച്ച ഉടനെ തന്നില്ല. ചോദിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഒരെണ്ണമെങ്കിൽ പൊക്കി. ആ മണ്ടനോട്ട് അറിഞ്ഞതുപോലുമില്ല. അത്രേ ഉള്ളൂ അവന്റെ കാര്യം. ഇനി ഒരു 2 നോട്ടോടെ എടുത്തുകൂടായിരുന്നു. കള്ളന്മാരുടെ വീട്ടിൽ കയറി കക്കുമ്പോ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. 500ന്റെ നോട്ട് കിട്ടിയാ പോലും നിനക്ക് ഇത്രയ്ക്ക് സന്തോഷം ഉണ്ടാവില്ലല്ലോ. എൻജോയ്. കൊള്ളാലോ ചേട്ടാ, ഇപ്പൊ എന്റെ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ടെന്നോ? ഞാൻ എപ്പോഴും നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ബോധമില്ലല്ലോ. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നോ? ബോധമില്ലെന്നാ പറഞ്ഞത്, ബുദ്ധിയില്ലെന്നല്ല. അതിപ്പോ എല്ലാവരും ഇങ്ങനൊക്കെ തന്നെയാ. സൈലന്റ് ആയിട്ടിരിക്കുന്നവര് ലോക തോൽവിയാണെന്നേ കരുതൂ. പക്ഷെ ഇപ്പൊ നീ കണ്ടില്ലേ എന്റെ ഇന്ദ്രജാലം? അല്ല, നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നേ? എന്നെ പോലത്തെ വായാടികൾക്ക് ബുദ്ധിയില്ലെന്നാണോ? നീ ചിലപ്പോ വായാടി ആയിരിക്കും,
പക്ഷേ കുള്ളിയാ. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്ന് മനസ്സിലായോ? അല്ല ചേട്ടാ, ഇത്രയും ദിവസമായിട്ട് സീതയെ ലോയറിനെ ഒന്ന് മുട്ടിക്കാൻ വേണ്ടി ഞാൻ പാടുപെടുക. അതിനിടയ്ക്ക് നിങ്ങൾ അയാളോട് പോയി സംസാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കണോ? ഞാൻ കഴിക്കുന്ന ഈ കടലയാണ് സത്യം. പഴശ്ശിയുടെ യുദ്ധം കമ്പനി ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഞാനൊരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയ ഈ ലോകത്തിൽ ആർക്കും എന്നെ തടുത്തു നിർത്താനാവില്ല. മതി മതി. പിക്നിക്കിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. PICKNICK. എനിക്കൊരു വാട്ടർ ബോട്ടിൽ വേണം. എഴുത്. എനിക്കൊരു ഹെയർ ബാൻഡും കൂടെ വാങ്ങണം. പിക്നിക്കിന് പോകുമ്പോ കാറ്റൊക്കെ അടിക്കില്ലേ, അപ്പൊ മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. എനിക്കൊരു ഇയർ പ്രൊട്ടക്ഷൻ വേണം. എന്നുവച്ചാ വിൻഡോ സീറ്റിലല്ലേ ഞാൻ ഇരിക്കുക, അപ്പൊ കാറ്റടിച്ചാ എന്റെ ചെവിയെല്ലാം വേദനിക്കും. ഓ, അപ്പൊ എനിക്കും അത് വേണം. സ്നാക്സ് അതല്ലേ, എഴുത് എഴുത്. ഇതിനല്ലേ ഇനിയിപ്പോ എത്രയാവും? ഒരുപാട് വേണ്ടി വരും കേട്ടോ സിഹി. ആണോ? സീതമ്മയുടെ അടുത്ത് അതിനു വേണ്ട പൈസയൊന്നും ഇല്ല. സീതമ്മ പൈസ കുറച്ചേ ചെലവാക്കൂ. ഞാനും എന്തെങ്കിലുമൊക്കെ കുറയ്ക്കണ്ടേ. അപ്പൊ എനിക്കിനി സ്നാക്സ് വേണ്ട. ആ, പിന്നെ ആ ചെവിയിലെ അതും വേണ്ട. മുത്തശ്ശ, ആ ഞങ്ങള് ബഡ്ജറ്റ് ഉണ്ടാക്കുമായിരുന്നു. ബഡ്ജറ്റോ? ബജ്ജി ആകുന്നതേ ഉള്ളൂ, തിരക്ക് കൂട്ടല്ലേ, ഇപ്പൊ കൊണ്ടുവരാം. ഓ മുത്തശ്ശി, ബഡ്ജറ്റ് അല്ല, ബഡ്ജറ്റ് ബഡ്ജറ്റ്. മോളെ, ബഡ്ജറ്റ് എന്തിനാ? നിന്നോടത് ആരാ പറഞ്ഞത്? യമുന ആന്റി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും ശ്രേയസും കൂടെ അത് കൂട്ടി നോക്കി. ഓ, നീ എന്ത് ബഡ്ജറ്റാ ഇട്ടത്? ഞങ്ങൾ പിക്നിക്കിന് പോവാൻ നിൽക്കുവല്ലേ, അതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്തൊക്കെയാ ലിസ്റ്റിലുള്ളത്? ഹെയർ ബാൻഡ്, സ്മോൾ ഹാൻഡ് ബാഗ്, ആ, ഹാറ്റ്, പിന്നെ സ്നാക്സ്, കുറച്ച് സ്നാക്സ്. ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അവരും കൊണ്ടുവരുമല്ലോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമല്ലോ. അതുകൊണ്ട് വളരെ കുറച്ച് സ്നാക്സ്. ഓ, പിന്നെ പുതിയ ഷൂസ്. പുതിയതോ? ആ, മുത്തശ്ശി, ഇത് സിഹിമോക്ക് എന്താ ഇത്? ഹെയർ ബാൻഡ് എന്ന് ഇതിൽ എഴുതിയിരുന്നില്ലേ? അത് കേട്ടപ്പോഴാ ഓർമ്മ വന്നത്. നിനക്ക് വേണ്ടി വാങ്ങിയതാ, എടുത്തു. എനിക്കോ? താങ്ക് യു മുത്തശ്ശി. സ്കൂളിലേക്ക് വേറെ കളറുള്ളതൊന്നും ഇട്ടോണ്ട് പോവില്ലല്ലോ. അതിന് നിനക്ക് വേണ്ടി സ്പെഷ്യൽ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ മുത്തശ്ശനെ പറഞ്ഞുവിട്ട് മേടിപ്പിച്ചതാ. എന്നാ പിന്നെ പിക്നിക്കിന്റെ ബഡ്ജറ്റിന് ഇത് ഞാൻ വിട്ടു കളഞ്ഞോട്ടെ. അപ്പൊ നിന്റെ ബഡ്ജറ്റ് വീണ്ടും കുറഞ്ഞിട്ടുണ്ടല്ലോ. സീതമ്മയ്ക്കും ഇങ്ങനെയാവുമ്പോ അധികം ചെലവ് വരില്ലല്ലോ. വേറെ എന്തൊക്കെ എടുക്കണം മുത്തശ്ശ? നീ കുറച്ച് സ്നാക്സ് ചോദിച്ചില്ലായിരുന്നോ? അത് ഞാൻ ഉണ്ടാക്കി തരാം. അതുപോരെ മോളെ? ഓക്കേ മുത്തശ്ശി, താങ്ക് യു. മോളെ, നിന്റെ ലിസ്റ്റിൽ ഇതുവരെ ഇല്ലാത്തത് ഒന്നുണ്ട്, അത് ഞാൻ തരാം. എന്താ മുത്തശ്ശ അത്? ഇപ്പൊ തരാന്ന്. തിരക്ക് കൂട്ടല്ലേ. എന്താ മുത്തശ്ശി അത്? സർപ്രൈസ് ആണോ? എനിക്കറിയില്ല മോളെ. സർപ്രൈസ് തരുന്ന കാര്യത്തിൽ നിന്റെ മുത്തശ്ശൻ മിടുക്കനാ. എന്താ മുത്തശ്ശ ഇത്? ഇപ്പൊ തന്നെ ഇത് കാണാലോ. നീ ഒരു ട്രിപ്പിനൊക്കെ പോകുന്നതല്ലേ, അവിടെ നിനക്ക് കോൾഡ് പിടിക്കാതിരിക്കാനായിട്ട് ഇതിരിക്കട്ടെ. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ മുത്തശ്ശ. ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് കാണിച്ചിട്ട് വരാം. ഓക്കെ. അതെ, സീത വന്നാലുടനെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോന്ന് ചോദിക്കൂ കേട്ടോ. ചുമ്മാ വീട്ടിലിരിക്കുന്നതിന് പകരം അവളുടെ അടുത്തിരിക്കുന്നതല്ലേ നല്ലത്. എന്നോ ആരോ എനിക്കത് തന്നതാ. അതെന്റെ കുട്ടിയുടെ കയ്യിലാകുമ്പോ അതെനിക്കൊരു സന്തോഷല്ലേ. അതിന്റെ സന്തോഷം കാണുമ്പോ ആ പിക്നിക്കിന്റെ ഫീസ് എത്രയാന്ന് വെച്ചാ അതങ്ങ് എടുത്തു കൊടുക്കാൻ തോന്നി പോവുക. പക്ഷേ
നമുക്കത് ചെയ്യാൻ കഴിയില്ലല്ലോ. സീത ഒന്ന് സമ്മതിച്ചാ കൊടുക്കാലോ. എനിക്കത് പറ്റില്ല, നിങ്ങളത് പറയണ്ടെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും അവള്. പാവം, അവള് കഷ്ടപ്പെടണ്ടേ. അതെ, സാലറി അഡ്വാൻസ് വരുന്നു പറഞ്ഞില്ലേ, അത് വന്നാ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ഓ, അത് ഓർമ്മയുണ്ടോ നിങ്ങക്ക്? ആരാണെങ്കിലും നല്ല ബോസാ, ധനസഹായം ചെയ്യുന്നുണ്ടല്ലോ. ഇന്ന് തന്നെ ആ പൈസ കിട്ടിയിരുന്നെങ്കിൽ മോളുടെ ആഗ്രഹം നടക്കുമായിരുന്നു. കിട്ടും, എന്തായാലും കിട്ടും. സീതയെ പോലെ നല്ല മനസ്സുള്ളവർക്ക് അവരാഗ്രഹിക്കുന്നതൊക്കെ എന്തായാലും നടക്കും. സീതയ്ക്ക് പണം കയറാത്തതിന് ബോസ് എന്തിനാ ഇത്രയും കിടന്ന് ടെൻഷൻ അടിക്കുന്നേ? എന്തോ പന്തികേടുണ്ടല്ലോ. മേഡം പറഞ്ഞതുപോലെ ഇവന്റെ മേലൊരു കണ്ണ് വെച്ചേ മതിയാകൂ. സർ, ബോസ് വിളിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് പോവാ. അതിന് ഞാൻ വല്ലതും ചോദിച്ചോ? അല്ല, സാർ ഇവിടുത്തെ മാനേജർ അല്ലേ, സാറിനെ ഇൻഫോം ചെയ്യുന്നല്ലേ മര്യാദ, അതുകൊണ്ട് പറഞ്ഞതാ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. യാ, അങ്ങനെ പറയരുത്. യെസ്, ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തേക്ക്. ആ അക്കൗണ്ടിൽ നിന്ന് ഒരു ട്രാൻസാക്ഷനും നടക്കരുത്. യെസ്, താങ്ക് യു. എന്തായടാ? സീതയുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ കയറണമെങ്കിൽ ഫസ്റ്റ് പ്രിയ അത് തിരിച്ചു തരണം. പ്രിയോട് അതെങ്ങനെ പറയും? എങ്ങനെയാണെന്നോ, പോയി സംസാരിക്കണം. ഇതെല്ലാം നീ കാരണമല്ലേ ഉണ്ടായത്, നീ തന്നെ ശരിയാക്ക. ആഹാ, എന്റെ തെറ്റാണെന്ന് എത്ര ഈസി ആയിട്ടാടാ പറഞ്ഞത്. ഓഫീസിൽ ആരാടാ ബോസ്? ആരാടാ അല്ല, നിന്റെ മുത്തശ്ശൻ. അയാളാ ഇതിന്റെ ഒക്കെ കാരണം. എനിക്ക് ഈ പോസ്റ്റ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഫസ്റ്റ് നീ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്ക്. ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ലടാ. അതെല്ലാം പിന്നെ നോക്കാടാ. ഫസ്റ്റ് നീ സീതയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ നോക്ക്. ഐ ആം വർക്കിംഗ് ഓൺ ഇറ്റ്. പ്രിയ, എങ്ങോട്ടാ? എന്താ സ്പെഷ്യല്? അവനുള്ള സ്പെഷ്യല് അദ്ദേഹത്തിന് ഞാനും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, അതുകൊണ്ട് എ സ്മോൾ ടോക്കൺ ഓഫ് ലവ്. വെരി നൈസ്, ഹിൽ ബി വെരി ഹാപ്പി. അതെല്ലേ, എന്നാ ഞാനിത് കൊടുക്കട്ടെ. പക്ഷേ ഇവിടെ വെച്ചോ, ഓഫീസിൽ വെച്ചോ? ആ, എന്താ? അദ്ദേഹം ഓഫീസിൽ എങ്ങനെയാ നിനക്ക് അറിയില്ലേ, ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ. അപ്പൊ നീ ഗിഫ്റ്റും തൂക്കി അദ്ദേഹത്തിന് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ ഏത് മൂഡിലാ, എങ്ങനെ റിയാക്ട് ചെയ്യുന്നൊക്കെ ആർക്കറിയാം. ഇനി എന്താ ചെയ്യാ? അത് പുറത്തെവിടെയെങ്കിലും. പുറത്തു വെച്ചോ? അദ്ദേഹം എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, നിന്നോട് എന്തൊക്കെയോ സംസാരിക്കണം എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. സത്യമായിട്ടും? ഹേ, ഇറ്റ്സ് ട്രൂ. ഇത് പറയാൻ വേണ്ടി ഞാൻ നിന്റെ അടുത്തേക്ക് വരികയായിരുന്നില്ലേ. നീ ഓക്കെ അല്ലേ? ഓക്കെ ആണോന്നോ? ഇത് നീ എന്താ നേരത്തെ പറയാഞ്ഞേ? ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് എന്നോട് തന്നെ ചോദിച്ചാ മതിയായിരുന്നു. അത് ബോസ് അല്ലേ, ഹൈറാർക്കി. അതാ, ഒരു മിനിറ്റ്. ബോസ് ഓക്കെ അല്ലേ? ബോസ് ഡബിൾ ഓക്കെ ആണെന്ന്. ബോസ് അപ്പൊ എന്നെ പുറത്തേക്ക് കൊണ്ടുപോകൂന്ന്. പ്രിയ, ഇന്ന് തന്നെ നിന്റെ ലക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവാൻ പോവാ. എല്ലാം എന്റെ സിഹിമോള് പറഞ്ഞ പോലെ തന്നെ. താങ്ക് യു റാഫ്, താങ്ക് യു സോ മച്ച്. മാഡം, ആ സീത ഇത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആളായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു മാഡം. അവൾക്ക് പണം കിട്ടാത്തതിന് നമ്മുടെ ബോസ് ഇവിടെ കിടന്ന് തലകുത്തി നിന്ന് ചേംബറിൽ ഒറ്റയ്ക്കിരുന്ന് ഏതൊക്കെയോ ഫയൽസ് നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് ബോസ് ആ പൈസ തിരിച്ചു ചോദിക്കുന്ന. ചോദിക്കും, എന്തായാലും ചോദിക്കും. ആ എമൗണ്ട് കിട്ടിയത് ആർക്കാണോ അവിടുന്ന് വാങ്ങി സീതയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. അപ്പോ ഇനി എന്ത് ചെയ്യണം മാഡം? സീതയുടെ ഡീറ്റെയിൽസും സാലറി ഡീറ്റെയിൽസും അഡ്വാൻസ് എമൗണ്ടും എനിക്ക് അയക്കാം. ആ പൈസ എങ്ങോട്ടും പോവില്ല.
ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി മാഡം. സീത, സീത, അന്ന് നീ നിന്റെ വായടച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അച്ഛനോ രാമനോ നിന്നെ തലയിൽ കയറ്റി വയ്ക്കില്ലായിരുന്നു. നിനക്ക് അഡ്വാൻസ് എമൗണ്ട് വേണോ? കഷ്ടമാടി നിന്റെ കാര്യം. നീ കഷ്ടപ്പെടുന്നതിന്റെ കൂലിയില്ലേ, ആ ശമ്പളം ഇനി വരില്ല. വെയിറ്റ് ആൻഡ് വാച്ച്.